തെറ്റുകൾ സ്വയം ബോധ്യപ്പെടാതെ, ന്യൂനതകൾ സ്വയം തിരിച്ചറിയാതെ തന്നിൽ നിന്ന് പ്രിയപ്പെട്ടവർ അകന്നു പോകുന്നതിന് കാരണം മറ്റുള്ളവരാണെന്ന് സ്വയം ഒരു അനുമാനം സൃഷ്ടിച്ചെടുത്ത് അവരോട് അടങ്ങാ വൈര്യം മെരുക്കിയെടുത്ത് അത് ഊതിക്കാച്ചി അങ്ങേയറ്റത്ത് പ്രതികാരമാക്കി മാറ്റി 3 ജീവനുകളെടുത്ത് നരാധമൻ ചെന്താമര ഒടുക്കം പോലീസിന്റെ വലയിലായിരിക്കുന്നുവെന്ന ആശ്വാസ വാർത്ത നമ്മൾ ഇത്തരത്തിൽ കടുവയിറങ്ങുന്നതും പുലിയിറങ്ങുന്നതും കാട്ടാനിറങ്ങുന്നതുമായ ബന്ധപ്പെട്ട വാർത്തകൾ നൽകാറുണ്ട്. അപ്പോൾ ആ നാടിന്റെ ആധി നമ്മൾ വിവരിക്കാറുണ്ട്, അവരുടെ ആശങ്കകൾ ആകുലതകൾ വിവരിക്കാറുണ്ട്. സമാനമായ രീതിയിൽ ഒരു മനുഷ്യമൃഗം കാരണം, ഒരു മനുഷ്യൻ കാരണം ഉറക്കം കെട്ട നാടിന് സ്വസ്ഥമായി ഉറങ്ങാനാകുന്ന ഒരു മണിക്കൂർ കൂടിയാണ് കടന്നു പോകുന്നത്. നിഖിൽ പ്രമേഷും സുരജ് സജീവാണ് നമുക്ക് വാർത്തയിൽ വിശദാംശങ്ങൾ നൽകിയത്. 36 മണിക്കൂർ ആ നെല്ലിയാമ്പതിയുടെ വനമേഖലയിൽ, വനത്തിന്റെ അന്തരങ്ങളിൽ, വനത്തിന്റെ അകത്തളങ്ങളിൽ ഒരു കൂസലുമില്ലാതെ ഒളിച്ചിരുന്നൊടുക്കം വിശന്ന് കെട്ടപ്പോൾ, വിശന്ന് വയ്യാതായപ്പോൾ മാത്രം പുറത്തേക്കിറങ്ങി തൻ്റെ വീടിനേക്കടുത്തേക്ക്, തൻ്റെ ബന്ധപ്പെട്ടവരുടെ അടുത്തേക്ക് പോകാനുള്ള നീക്കത്തിനിടെയാണ് ഒടുക്കം ചെന്താമര പിടിയിലായത്. നമ്മൾ കണ്ടതാണ് നേരത്തെ മാട്ടായി കുന്നിന് സമീപം ഇയാളെ പോലീസുകാരൻ ഓടിച്ചു കയറ്റിയതാണ്. അപ്പോൾ സമീപത്തിരുന്ന കുട്ടികളോടക്കം ഇയാളെ കവർ ചെയ്യാൻ പറഞ്ഞു. ഒരു സെക്കൻഡ് കണ്ണു തെറ്റിയപ്പോഴേക്കും ആ കാടിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും കയറിയ ചെന്താമരയെ പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞാണ് പിടിക്കാൻ. അതായത് കയ്യിലെ വെള്ളയിലെ വരികൾ പോലെ ആ നാടിനെ, ആ കാടിനെ, ആ പരിസ്ഥിതിയെ, ആ ടെറൈനെ കൃത്യമായി അറിയുന്ന പ്രതിയാണ്. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഓടി കാട്ടിലേക്ക് പോയാൽ പോലീസിന് രക്ഷപ്പെടാമെന്ന തെറ്റിദ്ധാരണ കൊണ്ട് അവിടെ എപ്പോഴും കുറ്റകൃത്യത്തിൽ നിന്ന് കാട്ടിലേക്ക് മോചിക്കാൻ, കാട്ടിലേക്ക് ഓടാൻ ശ്രമിക്കുന്ന ഒരു പ്രതി കൂടിയാണ് ഇപ്പോൾ ചെന്താമര എന്ന് നമുക്ക് മനസ്സിലാകുന്നു. നേരത്തെ നമ്മൾ കണ്ടതാണ് സ്റ്റേഷനിലേക്ക് അടക്കം നാട്ടുകാരുടെ പ്രതിഷേധം. ആ പ്രതിഷേധത്തിന് അതിൻ്റെ തക്കതായ ഒരു കാരണമുണ്ട്. കാരണം ഒരു ജീവനെടുത്ത് കൃത്യം 5 വർഷം തികയും മുമ്പ് 1 മാസത്തെ ജാമ്യത്തിൻ്റെ ആനുകൂല്യത്തിൽ ഇറങ്ങിയിട്ടും പരിവർത്തനങ്ങൾ ഒന്നും ഉണ്ടാകാതെ തൻ്റെ പക ഊട്ടി ഉറപ്പിക്കുക മാത്രമായിരുന്നു, കൊലക്കത്തിയുടെ മൂർച്ച കൂട്ടുക മാത്രമായിരുന്നു ചെന്താമര എന്ന നരാധമൻ, കൊടും ക്രിമിനൽ. അവിടെ 2 ജീവനുകളെടുത്ത് ഇതുകൊണ്ടും അടങ്ങുന്നില്ല. കാട്ടിലേക്ക് ഒളിവിൽ പോയ പ്രതി വീണ്ടും കൂടുതൽ ജീവനെടുക്കൽ ആസൂത്രണത്തിലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആ പ്രതിയുടെ ഹിറ്റ് ലിസ്റ്റുകൾ പട്ടികയിൽ ഇനിയും 2-3 പേർ ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇനി പുറത്തേക്ക് ഇറങ്ങിയാൽ കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെടുമെന്നല്ലാതെ അയാൾക്കൊരു പരിവർത്തനം ഉണ്ടാകാനോ മാറ്റമുണ്ടാകാനോ ഒരു സാധ്യതയുമില്ല എന്നുകൂടി തെളിയിക്കുന്നതായിരുന്നു അതിക്രൂരമായ ലക്ഷ്മിയുടെയും സുധാകരന്റെയും കൊലപാതകങ്ങൾ. നേരത്തെ നിഖിൽ പ്രമേശൊക്കെ പറഞ്ഞതുപോലെ ആഴത്തിലിറങ്ങിയ കത്തികളാണ്. ഒരു കൈയിട്ടാൽ ആഴത്തിലേക്ക് പോകുന്ന പാകത്തിൽ അത്ര ആഴത്തിൽ മുറിവുണ്ടെങ്കിൽ ആ നരാധവന്റെ മനസ്സിലെ സൈക്കോപാത്ത് എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നിഖിൽ പ്രമേശ് വീണ്ടും നമ്മുടെ നിഖിൽ, സ്വാഭാവികമായി 24 മണിക്കൂർ വരെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാൻ പോലീസ് അവകാശമുണ്ട്. ഈ സമയത്തിനുള്ള പരമാവധി കാര്യങ്ങൾ ഇയാളിൽ നിന്ന് ചോദിച്ചറിയുക, അതിനുശേഷം മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുക, പിന്നീട് റിമാൻഡിന് ശേഷം കസ്റ്റഡി ആവശ്യപ്പെടുക തുടങ്ങിയ സ്വാഭാവിക നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. ഈ നടപടിക്രമങ്ങളൊക്കെ പാലിക്കുന്നതിന് പോലീസിന് വെല്ലുവിളിയായി നിൽക്കുന്നത് ഈ ജനങ്ങളുടെ ഒരു പ്രതിഷേധവും അവരുടെ രോഷം തന്നെയാണ്. എവിടെ എപ്പോൾ പുറത്തിറക്കിയാലും ഇയാൾക്കെതിരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ തുടർ നടപടികളിലൊക്കെ വലിയ പോലീസ് സന്നാഹം കൂടി അനിവാര്യമായിരിക്കും, ഇല്ല നിഖിൽ? അത് തീർച്ചയായും വേണ്ടി വരും സുഹൈൽ. കാരണം ഇനി പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോഴായിരിക്കും പോലീസിന് ഏറ്റവും വലിയൊരു വെല്ലുവിളി, അവർക്ക് മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ തന്നെയാണ്. പ്രതിയെ വീണ്ടും ഇപ്പോൾ സെല്ലിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഇവിടേക്കൊരു വൈദ്യസംഘം തന്നെ എത്തി ഈ പ്രതിയെ നോക്കുന്നുണ്ടായിരുന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് ആ നടപടികൾ കാണാൻ കഴിയുന്നുണ്ട്. സുഹൈൽ സൂചിപ്പിച്ച പോലെ തന്നെ പോലീസിന് മുന്നിലെ വലിയ വെല്ലുവിളി തന്നെയാണ് ഈ പ്രതിയെ തെളിവെടുപ്പിന് വേണ്ടി എത്തിക്കുക എന്നുള്ളത്. തെളിവെടുപ്പിന് എത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആളുകളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള രോഷമുണ്ടാകും. കാരണം അത്രയധികം ആളുകളെല്ലാം ഹൃദയങ്ങളിൽ മുറിവേൽപ്പിച്ചൊരു കേസാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉറപ്പായും ഉണ്ടാകും. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും പോലീസിന് മുന്നിലെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയും. എന്തായാലും ഇപ്പോൾ ഈ മറ്റു നടപടികളെല്ലാം തന്നെ, ഇന്നത്തെ ഈ പോലീസ് നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇനി ചോദ്യം ചെയ്യലോ അങ്ങനെയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നാളെ ആലത്തൂർ കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കുക. അതിനുശേഷമായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ. പോലീസ് സ്വാഭാവികമായിട്ടും കോടതിയിൽ ഹാജരാക്കിയ ശേഷം സ്വാഭാവികമായിട്ടും പ്രതിയെ റിമാൻഡിൽ അയക്കാനായിരിക്കും സാധ്യത. അതിനുശേഷം പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. വിശദമായ കസ്റ്റഡി തന്നെ അനിവാര്യമാണ്. കാരണം ചോദ്യം ചെയ്യൽ 2 കൊലപാതകങ്ങളുടെ ചുരുളാണ് അഴിക്കാനുള്ളത്. അതിനുശേഷം ഈ തെളിവെടുപ്പിനടക്കം പ്രതിയെ എത്തിക്കേണ്ടതുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഇനി സംഭവിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് വിശദമായ ഒരു കസ്റ്റഡി തന്നെ ആവശ്യപ്പെടാനാണ് സാധ്യത. എന്തായാലും ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലെ നിലവിലത്തെ സാഹചര്യത്തിലുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി മറ്റു കാര്യങ്ങളിലേക്ക്, അതായത് ഇപ്പോൾ അന്വേഷണ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു മനസ്സിലാക്കുന്നു. അതായത് സ്റ്റേഷന്റെ പ്രെമിസിലേക്ക്, പരിധിയിലേക്ക് ആരെയും കടത്തിവിടാത്ത രീതിയിൽ ഇപ്പോഴും ഈ പ്രതിഷേധവുമായി നാട്ടുകാർ അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ആ നാട്ടുകാർ അവിടെ ഇപ്പോഴും തമ്മടിച്ചിരിക്കുന്നുണ്ടോ, അവരൊക്കെ പോയിട്ടുണ്ടോ? നിലവിൽ ആ പുറത്തെ സ്ഥിതി എന്താണ്, സ്റ്റേഷന് പുറത്തെ?
നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ വേണമെങ്കിൽ കാണിക്കാം. സുഹൈൽ, അവിടെ അങ്ങനെ വലിയ പ്രതിഷേധമൊന്നുമില്ല. ആളുകളൊക്കെ ഇപ്പോൾ ഏറെക്കുറെ പിരിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആ പ്രതിയെ കാണാൻ പറ്റുമെന്ന് കരുതി കുറേ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ആളുകളൊക്കെ തന്നെ വളരെ ശാന്തരായി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പോലീസുമായിട്ടുള്ളൊരു പ്രതിഷേധം അങ്ങനെയൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. ഗേറ്റിന് മുന്നിൽ അപ്പോൾ ഒരുപാടധികം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അതിന് പുറത്ത് ആളുകളുണ്ട് എന്നല്ലാതെ അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്കൊന്നും തന്നെ നാട്ടുകാർ പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ നിമിഷം കാണാൻ കഴിയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്ര അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാകുമ്പോൾ ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പ്രതിയെ കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ മറ്റ് പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുള്ള കാഴ്ച. അല്പസമയം മുൻപ് ഇതായിരുന്നില്ല സാഹചര്യം. നമുക്കറിയാം, ഈ ഗേറ്റൊക്കെ തകർത്തുകൊണ്ട് അകത്തേക്ക് കയറി വരാനുള്ള ശ്രമങ്ങൾ ആളുകൾ നടത്തിയിരുന്നു. പക്ഷേ പോലീസ് അതിനെ കൃത്യമായി പ്രതിരോധിച്ചു. എന്തായാലും ഇപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, കോൺഗ്രസിൻ്റെയും അതോടൊപ്പം CPM-ൻ്റെയും ഒക്കെ രാഷ്ട്രീയ നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേർന്ന് അവർ ആളുകളോട് ശാന്തമായി പിരിഞ്ഞു പോകാനൊക്കെ ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സ്വാഭാവികമാണ്, നിയമത്തിന്റെ വഴിക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് പറയുന്നത് പോലെ വൈകാരിക പ്രക്ഷോഭങ്ങൾ ഒരുപാടുണ്ടാകും. നമുക്ക് ആ പ്രതിയോട് അങ്ങേയറ്റത്തെ ദേഷ്യമുണ്ടാകും, അങ്ങേയറ്റ വെറുപ്പുണ്ടാകും. അതൊക്കെ സ്വാഭാവികമാകും. കാരണം ജീവനെടുക്കാൻ ഒരു മടിയും കാണിക്കാത്ത, എന്നും പക കൊണ്ട് നടക്കുന്ന, മനുഷ്യരായി കാണാൻ ആഗ്രഹിക്കാത്ത, എപ്പോഴും പ്രതികാരത്തിന്റെ മനോഭാവത്തിൽ മാത്രം കണ്ട് കഴുത്തറുത്ത് ജീവനെടുക്കുന്ന നരാധമനോട് സ്വാഭാവിക വൈകാരിക പ്രക്ഷേപണം ഉണ്ടാകും. പക്ഷേ നമുക്കൊരു നിയമ സംവിധാനം ഇവിടെയുണ്ട്. ആ നിയമ സംവിധാനത്തെ അനുസരിക്കുക മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി. നിയമത്തിന്റെ വഴിയിൽ അയാൾക്ക് തക്കതായ ശിക്ഷ നേടിക്കൊടുക്കാൻ പാകത്തുള്ള നിയമ സംവിധാനം നമുക്കുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇപ്പോൾ നിഖിൽ പ്രമേഷ് നേരത്തെ പോലീസുകാരൊക്കെ പറഞ്ഞതുപോലെ വിശപ്പ് കെടുമ്പോൾ വിശപ്പടക്കാതിരിക്കാൻ ആവാതിരുന്ന പ്രതി എപ്പോഴും പിടിയിലാകുന്നത് വിശപ്പടക്കാൻ കാട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ, അതായത് വയറ് വിശന്നാൽ കാട്ടുനിന്ന് പുറത്തേക്കിറങ്ങുന്ന പ്രകൃതം. ഇന്നും അങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ദൃശ്യങ്ങൾ ഇപ്പോൾ ഭക്ഷണമടക്കം കൊടുക്കുന്നത് കാണുന്നുണ്ട്. സ്വാഭാവികമായ ഒരു 36 മണിക്കൂർ ഭക്ഷണം കഴിക്കാത്ത ക്ഷീണമുണ്ട്. വൈദ്യപരിശോധനകളടക്കം പൂർത്തിയായിട്ടുണ്ടോ?